ഉറങ്ങുന്നതിന്റെ മുമ്പ് 4 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവിയോട് പറഞ്ഞു, ഉറങ്ങുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ ചെയ്തിരിക്കണം. എന്നിട്ടേ ഉറങ്ങാവൂ. ആ 4 കാര്യങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. 1. വിശുദ്ധ ഖുർആൻ 30 ജുസ്ഉം പാരായണം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാരുടെയും ശുപാർശ ഉറപ്പാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, എല്ലാ മുസ്ലിങ്ങളുടെയും പൊരുത്തവും തൃപ്തിയും സമ്പാദിക്കുക എന്നുള്ളതാണ്. നാലാമത്തത്, പരിപൂർണമായ ഒരു ഹജ്ജും ഉംറയും നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ 4 കാര്യവും ചെയ്തിട്ടേ ഉറങ്ങാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. ആയിഷ ബീവി എങ്ങനെയാണ് ഇതൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന ചിന്തയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടിയപ്പോൾ ഉടനെ തന്നെ സംശയം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുകയാണ്. ആയിഷ ഉറങ്ങുന്ന സമയത്ത് 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മതി. ഖുർആൻ 30 ജുസും ഓതിയതിന്റെ പ്രതിഫലമുണ്ട് അതിന്. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആന്റെ 1/3 അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ പേരിലും മുൻ കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരുടെ പേരിലും സ്വലാത്ത് ചൊല്ലിയാൽ മതി. എന്നാൽ പ്രവാചകന്മാരുടെ എല്ലാവരുടെയും ശുപാർശ താങ്കൾക്ക് ലഭിക്കും. പിന്നെ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുമൂലം എല്ലാ മുസ്ലിങ്ങളുടെയും പൊരുത്തം താങ്കൾക്ക് ലഭിക്കും. നാലാമതായി 33 തവണ സുബ്ഹാനല്ലാഹ് എന്നും 33 തവണ അൽഹംദുലില്ലാഹ് എന്നും 33 തവണ അല്ലാഹു അക്ബർ എന്നും 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ചൊല്ലുക. പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം അതുമൂലം ലഭിക്കുന്നതാണ്. ഇതിന് എല്ലാം കൂടി ഇപ്പോൾ എത്ര മിനിറ്റ് വേണം? ചിന്തിച്ചു നോക്കൂ. അത്രയും ചുരുങ്ങിയ സമയ സമയങ്ങൾക്കുള്ളിൽ ഈ 4 കാര്യങ്ങൾ ചെയ്താൽ ഈ വലിയ പ്രതിഫലങ്ങൾ നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് സമ്പാദിക്കാൻ സാധിക്കും. അത് വലിയൊരു അനുഗ്രഹമാണല്ലോ, അല്ലേ? ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി നാം ശ്രമിക്കുകയും അത് പതിവാക്കാൻ ജാഗ്രത കാണിക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.